അസ്സലാമലൈക്കും ഗെയ്സ്. ഇത് ഞാനുണ്ടാക്കിയ ഗ്ലാസ്സാണ്. ഇതിൽ ചായ കുടിക്കാം. ഇത് ചിരട്ടയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് അതിൻ്റെ അടച്ചു വയ്ക്കാനുള്ള അടപ്പ്. പിന്നെ ഇത് ഈ മോഡലിൽ പിന്നെ ഇങ്ങനെ. പിന്നെ ഇത് കാരണം നീളം കൂടിയതാണ്. നീളം കൂടുതലാകുമ്പോൾ നമുക്ക് എന്തും കറിയിൽ നമുക്ക് മലക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ താളിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ കയ്യിൽ കൊള്ളില്ല. നീളം കൂടുതൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ തടിയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു പശയുണ്ട്. ആ പശയിൽ നമ്മൾ ഈ ചിരട്ടയുടെ ഇത് തന്നെ നമ്മളിങ്ങനെ ചിരട്ട ഇതിലാകുമ്പോൾ കിട്ടുന്ന പൊടിയുണ്ട്, ചിരട്ടപ്പൊടി. ആ പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ആ മിക്സിങ്ങിൽ ആ മിക്സൊക്കെ ചെയ്തിട്ട് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ യാതൊരു സൈഡ് എഫക്റ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ഇതങ്ങനെ സൈഡ് എഫക്റ്റായിട്ട് ഒന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇത് ചെറിയ സ്പൂണായതുകൊണ്ട് നമുക്ക് ഇതിൽ ആണി വയ്ക്കുകയോ അല്ലെങ്കിൽ ഹോളിടുകയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഈ മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് യാതൊരുവിധ കെമിക്കലോ അങ്ങനെ ഒന്നുമില്ല. ഇത് തടിയിൽ ഉപയോഗിക്കുന്ന പശയാണ്. അതിൻ്റെ കൂടെ പശ മാത്രമല്ല, ഈ ചിരട്ടയുടെ പൊടി തന്നെയാണ് ഇത് പൊടി അത് ജോയിൻറ്റ് ചെയ്തിട്ട് അതങ്ങനെ ഈ സ്പൂൺ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരുവിധ കെമിക്കലും മറ്റുള്ള കാര്യങ്ങളും ഇല്ല. ഇത് വന്നിട്ട് ഇതാണ്. ഇതെങ്ങനെയുണ്ടെന്ന് പറയുക.